നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും മറ്റാരോടും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ മിണ്ടാനും പറയാനുമായി കണ്ടെത്തുന്ന മറ്റൊരു ലോകമാണ് ഏകാന്തത. ചില സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ശരീരത്തിൻ്റെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തിയാണ് ആവശ്യം. ഏത് സാഹചര്യത്തിലും മനസ്സ് മടുപ്പിക്കരുത്. ഒരു നാൾ വിജയം നിങ്ങൾക്ക് മുന്നിൽ തലകുനിക്കും. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യൻ്റെ വലിയൊരു കഴിവ്. മനസ്സിലാക്കിയാലും മനസ്സിലാവാത്ത പോലെ പെരുമാറാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യൻ്റെ അതിലും വലിയ കഴിവ്. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. കാരണം അനന്തരഫലങ്ങൾ നേരിടേണ്ടതും നമ്മൾ തന്നെയാണ്. അപവാദങ്ങളെ ഒരിക്കലും ഭയക്കരുത്. നമ്മളെ അതുകൊണ്ടൊന്നും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഇറങ്ങിത്തിരിച്ചവർ നിശബ്ദരാകും. സ്വയം തോൽക്കാതിരുന്നാൽ മതി. നല്ല സ്വഭാവത്തിന് സൗന്ദര്യത്തിൻ്റെ അഭാവം നികത്താൻ കഴിയും. എന്നാൽ സൗന്ദര്യത്തിന് ഒരിക്കലും നല്ല സ്വഭാവത്തിന് പകരം വയ്ക്കാൻ കഴിയില്ല. ആരുടെയും ദാരിദ്ര്യം കാരണം ബന്ധങ്ങൾ തകർക്കരുത്. കാരണം പണക്കാരുടെ വീട്ടിൽ കിട്ടാത്ത ബഹുമാനം പാവപ്പെട്ടവൻ്റെ വീട്ടിൽ കിട്ടും. ചിലർ പുറം ചട്ട നോക്കി വിലയിരുത്തും, ചിലർ ആമുഖം നോക്കി വിലയിരുത്തും. എന്നാൽ ചുരുക്കം ചിലർ മാത്രം നമ്മൾ എന്ന പുസ്തകത്തെ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കും. അവർ എന്നും കൂടെയുണ്ടാകും, തനിച്ചാക്കില്ല. ഒരു പരിധിക്കപ്പുറം ആരുടെയും കാര്യത്തിൽ അധികം ഇടപെടാതെ നമ്മൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. അവിടെ മനസ്സമാധാനമെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇന്ന് നമ്മളെ ചേർത്തു നിർത്തുന്നവർ തന്നെ നാളെ നമ്മളെ തള്ളിപ്പറയുന്ന സമയം വിദൂരമല്ല. എല്ലാം ഉള്ളപ്പോൾ കൂടെ നിൽക്കുന്നവരെയല്ല, ഒന്നുമില്ലായ്മയിൽ ചേർത്ത് പിടിക്കുന്നവരോടാണ് കൂട്ടുകൂടേണ്ടതും കൂടെ നിർത്തേണ്ടതും. കാരണം ഏതവസ്ഥയിലും വിട്ടുപോകില്ല എന്നുറപ്പുള്ളത് അവർ മാത്രമായിരിക്കും. നടന്നു കയറുന്ന ചവിട്ടുപടികളിൽ ഒരാളുടെയും കണ്ണുനീറില്ലെന്ന് ഉറപ്പുവരുത്തണം. ഉയരങ്ങൾ കീഴടക്കുമ്പോൾ പിന്നിൽ ഒരാളുടെയും നെഞ്ചു പൊള്ളിയ ശാപമില്ലെന്നും ഉറപ്പുണ്ടാവണം. അല്ലാത്തതൊന്നും നിലനിൽക്കില്ല. കണക്ക് പറഞ്ഞേ തീരൂ, കാലത്തിന് മുന്നിലെങ്കിലും. സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ, സങ്കടങ്ങളിൽ ആശ്വസിപ്പിക്കാൻ, മടുപ്പില്ലാതെ കേൾക്കാൻ, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ തളരുമ്പോൾ ചേർത്തു പിടിക്കാൻ കൂട്ടായി ഒരാളില്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നാം തീർത്തും അനാഥരാണ്. ആരെയും എന്തും പറയാം എന്ന് കരുതരുത്. ചിലപ്പോൾ അവർ പ്രതികരിച്ചു എന്ന് വരില്ല. എങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി കരിയുന്ന അവരുടെ കണ്ണുനീരിന് ദൈവം പകരം ചോദിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരും. നമ്മുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്ന മറ്റൊരു മനസ്സ് കൂടെയുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ മഹാഭാഗ്യം. കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ട് മനസ്സിലാക്കണം ഒരാളെ. അവിടെയാണ് സ്നേഹം. ഒരാളെ ചേർത്തു നിർത്തുമ്പോൾ ഒറ്റയ്ക്കാക്കില്ല, കൂടെയുണ്ടാവും എന്നൊരു വാക്ക് കൊടുക്കുമ്പോൾ ഓർക്കുക, പിന്നീട് അത് തിരുത്തി പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. കൂടെ ഉണ്ടാവുമെന്നത് ഒരു വാക്കല്ല, വിശ്വാസമാണ്. ഒരിക്കലും ഒറ്റയ്ക്കാവില്ല എന്നുള്ള വിശ്വാസം. വളരെ പെട്ടെന്നായിരിക്കും ഒരാളിൽ മാറ്റം വരുന്നത്. അതിന് കണ്ണടച്ച് തുറക്കുന്ന സമയം മതി. ഒരുപാട് മിണ്ടിയിരുന്ന ചിലർ പിന്നെ മിണ്ടാതെയാവും. ഒരു നേരം നമ്മളെ കാണാതിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരുന്നവർ നമ്മളെപ്പോലും മറന്നുപോകും. അതൊക്കെ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ്.